മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മളിപ്പോൾ അരിയൊക്കെ കുതിർത്തി അരയ്ക്കാൻ മറന്നുപോയ ദിവസങ്ങളിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണിത്. ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ ഞാനിവിടെ അളവെടുത്തിരിക്കുന്നത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിലാണ്. ഇതിപ്പോൾ 50 ഗ്രാമിൻ്റെ കപ്പാണ്. ഈ ഒരു അളവ് വെച്ചിട്ട് ഏതാണ്ട് ഒരു 3 പേർക്കൊക്കെ കഴിക്കാനുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് റവയാണ്. റവ 1 കപ്പ് റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാം. പിന്നെ 1 കപ്പ് അരിപ്പൊടി, ഇതും വറുത്തതോ വറക്കാത്തതോ എടുക്കാം. നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാം. അരിപ്പൊടിയും റവയും ഒരേ അളവിലും അതിൻ്റെ പകുതി അളവിൽ മൈദയുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം 1 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്തത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുഴുവൻ ജീരകം, ഇത് ചെറിയ ജീരകമാണ്, പിന്നെ പാകത്തിന് ഉപ്പും, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള 2 ടീസ്പൂൺ, ചതച്ച ഇഞ്ചി 1/2 ടീസ്പൂൺ, പിന്നെ 1 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത്, അല്പം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്. ആദ്യം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല. ആദ്യം നമുക്ക് ഒരു 4 കപ്പ് വെള്ളം, നമ്മൾ നേരത്തെ പൊടിയെല്ലാം അളന്ന അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ പൊടിയെല്ലാം അളവെടുത്തത് അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ കിട്ടാൻ, നല്ല ലൂസായിരിക്കണം. അപ്പോൾ ആദ്യം ഒരു 4 കപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇനി അതിലേക്ക് വെള്ളം ആവശ്യമുണ്ടോ എന്ന്. റവടി മൈദയുടെയൊക്കെ പാക്ക് മാറുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ ദോശമാവിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് ഇരിക്കണം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഇരുന്നിട്ട് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇത്രയും ലൂസിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ദോശ എങ്ങനെയാണ് ചുട്ടെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ നമുക്ക് ചൂടാക്കിയെടുക്കാം. നിങ്ങൾ ദോശ പാൻ യൂസ് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ യൂസ് ചെയ്യരുത്. ഇതുപോലെ സൈഡിലൊന്ന് ഹൈറ്റുള്ള ടൈപ്പ് എടുക്കണം. ഓരോ പ്രാവശ്യം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ റവല അടിയിൽ ഊറി വരും. പിന്നെ കയ്യിൽ വെച്ചിട്ട് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിൽ നിന്നെല്ലാം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഹോളൊന്നും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു നെറ്റ് ഡിസൈൻ പോലെ നമുക്ക് കിട്ടണം ദോശ. ഇപ്പോൾ ദോശയിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 1.5 to 2 മിനിറ്റ് നേരമൊക്കെ ഇത് വെന്ത് വരാൻ സമയമെടുക്കും. നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നെറ്റിനുള്ളിലൊക്കെ ഒരു ബ്രൗണിഷ് കളറൊക്കെ വരാൻ തുടങ്ങും. ആ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പിന്നെ മാവ് ഇരിക്കുന്നതോടെ ഇങ്ങനെ കട്ടിയായി വരികയാണ് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചട്ടനിയുടെയോ ചമ്മന്തിയുടെയോ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട്
കാണാം. അതുവരെ എല്ലാവരോടും ബൈ.